ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാക്സസ് അൾട്ടിമേറ്റ് സാക്സസ് അല്ലേ? അപ്പം നമ്മൾ അന്നേ പറഞ്ഞതല്ലേ ഹൈറിച്ച് തട്ടിപ്പാണെന്ന്. അപ്പോൾ ഹൈറിച്ച് തട്ടിപ്പാണെന്നും ഹൈറിച്ച് കോടതി ഹൈറിച്ച് വലിയ തട്ടിപ്പാണെന്ന് പോലീസ് പറഞ്ഞ പോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് എന്നും കോടതിയും വിധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മളല്ല ഹൈറിച്ച് വിളികളും. അപ്പോൾ അവരൊക്കെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ മറ്റേ ഇതിലെ കമൻറ്റിലൊക്കെ പറയുന്ന പോലെ ശരീരം പുഴുവരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ വലിച്ചു കുഴിച്ചിടുക, ഇത്രയേ ഉള്ളൂ. നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കുഴിച്ചിടുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായിട്ട് ഒരുപാട് ആൾക്കാർ കേസ് കൊടുക്കാൻ തയ്യാറാവുന്നു. അവർ കേസ് കൊടുക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. അവർ ലീഡർമാരുമായിട്ടുള്ള ചർച്ചയിലാണ്. അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്. ഒരുപാട് ആൾക്കാർ വലിയ പൈസ നിക്ഷേപിച്ചവരെല്ലാം തന്നെ കേസിന് പോവുകയാണ്. അവരിപ്പോൾ ലീഡർമാരടക്കം പറയുന്നത് നിങ്ങൾ കേസ് കൊടുത്തോളൂ എന്നുള്ളതാണ്. എന്തായാലും അവർക്ക് ഉത്തരവാദിത്തം ഏൽക്കാൻ സാധിക്കില്ല, അവർക്ക് ഉത്തരവാദിത്തം ഏറ്റിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവരൊക്കെ കേസിന് പോവുകയാണ്. കേസിന് പോയവർക്ക് അല്ലെങ്കിൽ ഇതേപോലെ കേസിന് പോകാൻ തയ്യാറായവർക്ക് ചിലരൊക്കെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നുമുണ്ട്. അതൊക്കെ നല്ല കാര്യം. പൈസ അൾട്ടിമേറ്റ്ലി നമുക്ക് പൈസ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇന്ന് നാലാമത്തെ ദിവസമായിരുന്നു. നാലാമത്തെ ദിവസവും രാവിലെ തന്നെ നമ്മുടെ വലിയ മുതലാളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീനാഥ് പ്രതാപന് ചില അസുഖങ്ങൾ പിന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ടെൻഷൻ അടിച്ചതുകൊണ്ട് ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അവർക്ക് കാണപ്പെടുന്നു. അപ്പോൾ അത് പ്രകാരം അവരോട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു 5-10 ദിവസത്തിന് ശേഷം അവർക്ക് സർക്കാരിൻ്റെ എല്ലാ സംരക്ഷണത്തിലും കഴിയേണ്ടതാണ്. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഈ ചികിത്സ കൂടി ശരിയാവില്ല. അതുകൊണ്ട് ചികിത്സിച്ച് എല്ലാം ഭേദമായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ശ്രീനാഥ് പ്രതാപനോട് പറഞ്ഞു വിട്ടത് എന്നാണ് ശ്രീനാഥ് പ്രതാപനുമായിട്ട് അടുത്ത ബന്ധങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലീഡർമാരുടെയൊക്കെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ആയിട്ടുണ്ട്. ഇന്നും കുറച്ച് ആളുകളുടെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ട്. കുറച്ചാളെ വിളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത്, ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പാർട്ട്നേഴ്സ്, മില്യണേഴ്സ് എന്നൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഇവരെയല്ല ആദ്യം പരിഗണിച്ചത് ഇവരുടെ കള്ളക്കണക്കുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ തട്ടിപ്പൊക്കെ അറിഞ്ഞിട്ടും അതിൻ്റെയൊക്കെ പങ്കുപറ്റിയ ജീവനക്കാരെയാണ്. ഇവർ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ മണി ചെയിൻ ചെയ്യുകയാണ് എന്നുള്ള കാര്യങ്ങൾ അതിന് കൂട്ടുനിന്ന ജീവനക്കാരെ ഇന്നു മുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാർട്ട്ണർമാരെ എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ പാർട്ട്ണർ ആയിരുന്നില്ല, നിങ്ങൾ വെറും കസ്റ്റമർ ആയിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളെയും തേടിയെത്തും. 5 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ നിക്ഷേപമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇടി വിളിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ 10,000 ഇട്ടിട്ട് നിങ്ങൾ 20,000-ൻ്റെ ലാഭം അതിലൂടെ കൊയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 800 രൂപയുടെ പുതപ്പിൻ്റെ അല്ലെങ്കിൽ ചായപ്പൊടിയുടെ ഐഡിയ അടിച്ചിട്ട് നിങ്ങൾ 8 ലക്ഷമോ 80 ലക്ഷമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ഇടി കൊച്ചിയിലേക്ക് വിളിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ വിളിപ്പിക്കാത്തതുകൊണ്ട്, നമ്മളെ വിളിക്കാതെ എന്തുകൊണ്ട് ജീവനക്കാരെ വിളിച്ചു? നമ്മുടെ ജീവനക്കാരെ, നമ്മളൊക്കെ പാർട്ട്ണർമാരല്ലേ? നമ്മുടെ പാർട്ട്ണർമാരെ ഇരിക്കുമ്പോൾ 8, 10, 13, 17 കോടി വരെ ഉണ്ടാക്കിയവരെ വിളിക്കാതെ എന്തുകൊണ്ട് 5,000-നും 10,000-നും ജോലിയെടുക്കുന്ന ജീവനക്കാരെ വിളിച്ചു എന്നുള്ള സംശയത്തിലാണ് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ലീഡർമാരെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ലീഡർമാരൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോൺ ഉപേക്ഷിച്ചു, വീട് ഉപേക്ഷിച്ച് എല്ലാം നടക്കുകയാണ്. അവർക്ക് അപകടം മണത്തു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും അവരെ നിയമം തേടിയെത്തുമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ എല്ലാ ലീഡർമാർക്കും ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് എന്തായാലും ഇനിയൊരു തിരിച്ചുവരവ് ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ കൂടുതലൊന്നുമില്ല. ഇനിയിപ്പം വലിയൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വലിയൊരു ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിയമത്തിൻ്റെ അല്ലെങ്കിൽ കോടതിയുടെ മുറക്ക് നടക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേങ്കിൽ നമ്മൾ അവസാനം വരെ നമ്മളുണ്ടാവും അല്ലേ?
അതാണ് പറയാനുള്ളത്. ഇന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ചീത്ത പറയുന്നതിൽ കുറവുണ്ട് തോന്നുന്നു. ഞാൻ കമൻറ്റ് സെക്ഷനൊന്നും വായിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ബൈ, കൂടുതലൊന്നും പറയുന്നില്ല, ബൈ.